തിഹങ്ക ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കോഴിക്കറി. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 വെളുത്തുള്ളി അരിഞ്ഞതും അതിലേക്ക് ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞതും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. അതിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് അത് തക്കാളി അലിഞ്ഞു ചേരുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 3 ഇടത്തരം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതേപോലെ ക്യൂബ്സ് പോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 8 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 3/4 കിലോ കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ കോഴി എടുത്തിരിക്കുന്നത്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഈ 1/4 കപ്പ് വെള്ളത്തിലും കോഴിയുടെ വേവാൻ വയ്ക്കുന്നതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കോഴിയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. കോഴിയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറുകിയ തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള രണ്ടാം പാൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കോഴിയും ഉരുളക്കിഴങ്ങും വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഗ്രേവി അതേ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം. കറി ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കുക. ഈ കറി ഉണ്ടല്ലോ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു തരം കുറുമ കിട്ടില്ലേ, പക്ഷേ ആ ടേസ്റ്റ് അല്ല, ആ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ കറി എടുക്കാൻ പോകുന്നത്. അതായത് തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കുറുമ കിട്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കറി ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ, അതായത് നൂലപ്പം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാനും വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം തിളയൊക്കെ നിൽക്കാറാവുന്ന സമയത്ത് ഈ ഒരു പിടി തേങ്ങയുടെ 1/4 പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കണം. ഈ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാനായിട്ട് പാടില്ല. നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇത് അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കുക. ഇനി ഇതിലേക്ക് താളിച്ചിടാം. ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 3 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക. അത് നമ്മുടെ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുക. കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.